പാർവതിയെ മടിയിൽ വെച്ചിരിക്കണ്ടോ, പാർവതിയെ കളിക്കണ്ടോ, അതൊക്കെ ബാഹ്യഭാവം. കാമദേവനെ ദഹിപ്പിച്ച ആളാണ് ശിവൻ. കാമദേവൻ തൻ്റെ തപസ് ഇളക്കാൻ വന്നപ്പോൾ തൃക്കണ്ണ് തുറന്ന് ഒരുപിടി ചാരമാക്കിയിട്ടുണ്ടെങ്കിൽ കാമദേവൻ ആരെങ്കിലും കഴുത്തിന് പാമ്പിട്ട് നടക്കലുണ്ടോ? അല്ല തലയോട്ട് കയ്യിലെടുത്ത് നടക്കലുണ്ടോ? വാനത്തോലെടുത്തിട്ട് സാധാരണക്കാർ നടക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ വഴികൾ വിചിത്രങ്ങളാണ്. ഭഗവാൻ അത് വേഗം മനസ്സിലായി. വല്ല പ്രയാസം ഉണ്ടോ മനസ്സിലാക്കാൻ? അമ്പടി ഗേമികളെ, എന്നെ നിങ്ങൾ ഈശ്വരൻ എന്ന് പറഞ്ഞ ഒരു ആത്മാവാണ്. നേരത്തെ പറഞ്ഞ സൂര്യപ്രകാശത്തിന് ആരോടെങ്കിലും സ്നേഹമുണ്ട്, അഗ്നിക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ട്, ഉറപ്പുണ്ട്. സ്ത്രീകൾക്ക് എന്നിൽ നിന്ന് അങ്ങനെ ഒരു ആസ്വാദനം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, അവർക്ക് വേണ്ടി ഭഗവാൻ ഈ വേഷം കെട്ടിയിരിക്കുകയാണ്, ഭഗവാന് വേണ്ടിയിട്ടല്ല. കാരണം ലോകസുന്ദരിയായിട്ടുള്ള ലക്ഷ്മി ഭഗവതി കൂടെ ഉണ്ട്. രാത്രി ഇടപെട്ടു, രാത്രി കഴിച്ചു കൂട്ടി എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ലേ? കൃഷ്ണൻ ഗോപികളോട് കൂട്ടിയിട്ട് കളിച്ചു, എന്നാൽ ഞാനും ഗോപികളുടെ കൂടെ കുറച്ച് നടന്നവരെ ശല്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ തോണ്ടലും കളിയാക്കലും അധികം താമസം ഉണ്ടായില്ല ഭഗവാൻ അവനെ. ഒന്ന് ഇങ്ങോട്ട് സ്നേഹിച്ചാലും അങ്ങോട്ട് സ്നേഹിക്കുക. സാധാരണ ഇങ്ങോട്ട് സ്നേഹം ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കിയിട്ട് അങ്ങോട്ട് സ്നേഹിക്കണ കൂട്ടർ, ഇങ്ങോട്ട് സ്നേഹിക്കാതെ അങ്ങോട്ട് സ്നേഹിക്കണവർ, അത് അക്ഷരമ്മമാർക്കാണ് സാധാരണ ഉണ്ടാവുക. കുട്ടിയിൽ നിന്ന് ഇങ്ങോട്ടൊന്നും കിട്ടുമെന്ന് അവർ നോക്കില്ലല്ലോ. പിന്നെ എത്ര അങ്ങോട്ട് സ്നേഹിച്ചോ അല്ലെങ്കിൽ ഇങ്ങോട്ട് സ്നേഹിക്കാത്തവർ, നേരെ തിരിച്ച് ഒന്ന് ഇങ്ങോട്ട് കിട്ടുന്നുണ്ടോ നോക്കാണ്ട് സ്നേഹിക്കുക. പിന്നെ ഒന്ന് എത്ര സ്നേഹിച്ചാലും തിരിച്ച് സ്നേഹം കൊടുക്കാത്ത ദുഷ്ടന്മാർ, ഇതിലേതാണ് ശരി കൃഷ്ണൻ്റെ അഭിപ്രായത്തിൽ? അപ്പോൾ കൃഷ്ണൻ ഇപ്പം മൂന്നാമത് വന്നതാണ്. ഇവർ ഇത്രയും സ്നേഹിച്ചു, എന്നിട്ട് കാട്ടിൽ ഞങ്ങളെ സ്നേഹമില്ലാഞ്ഞിട്ടല്ലേ ഒറ്റയ്ക്ക് തള്ളി വിട്ടത് എന്ന ചോദ്യം ഇവർ വ്യംഗ്യത്തിൽ ചോദിച്ചതാണ്. ഭഗവാൻ അത് വേഗം മനസ്സിലായി. വല്ല പ്രയാസം ഉണ്ടോ മനസ്സിലാക്കാൻ? അമ്പടി ഗേമികളെ, എന്നെ നിങ്ങൾ ചോദ്യം ചെയ്യുകയാണല്ലേ. ശരി ഉത്തരം പറയാം. നിങ്ങൾ പറഞ്ഞല്ലോ ഇങ്ങോട്ട് സ്നേഹിച്ചാൽ അങ്ങോട്ട് സ്നേഹിക്കുക. അതൊരു തരം കച്ചവടത്തിലോ അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിനോ ഉള്ള സ്നേഹമല്ലേ ഗോപികളെ? ഇങ്ങോട്ട് ഉണ്ടോ എന്നിങ്ങനെ നോക്കലാണ് അവരുടെ ശ്രദ്ധ. ഇങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടോ? ഓരോ നിമിഷവും ഇത് നോക്കാൻ നിന്നാൽ ആ സ്നേഹത്തിന് ഉറപ്പുണ്ടാവും. അപ്പം എനിക്ക് തോന്നുകയാണ്, ഭർത്താവ് അയാൾ എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ? ഇത് ഓരോ നിമിഷവും സംശയിക്കാൻ തുടങ്ങിയാൽ അവിടെ സുഖം ഉണ്ടാവും. കാരണം ശരിയല്ലാത്തൊരു നിമിഷം തോന്നിയാൽ, സ്നേഹമില്ല ഒരു സംശയം തോന്നിയാൽ അപ്പോൾ അവിടെ പിരിയലല്ലേ വരിക. അതുകൊണ്ട് ഗോപികളെ, കുറച്ചെങ്കിലും ഇങ്ങോട്ട് കഴിയുമ്പോൾ, ഒരു കൊല്ലോ 2 കൊല്ലമൊക്കെ കഴിയുമ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിലും ഭാര്യയ്ക്ക് ഒരു വിശ്വാസം വരണം. വേണ്ടേ? ആദ്യം ഉണ്ടാവില്ല ശരി, പക്ഷെ കുറേ കഴിഞ്ഞാൽ ഒരു വിശ്വാസം, അയാൾ അങ്ങനെ ചെയ്യില്ല അല്ലെങ്കിൽ അവളങ്ങനെ ചെയ്യില്ല, വേറൊരാൾ പറഞ്ഞാലും നമ്മളത് വിശ്വസിക്കും. അങ്ങനെ ഒരു സ്റ്റേജ് വരണ്ടേ? കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ വരണ്ടല്ലോ. അപ്പോൾ അത് സംശയാസ്പദമാവുക എന്ന് പറഞ്ഞ സ്നേഹത്തിനൊരു കളങ്കമാണ്. സംശയം ഇല്ലാത്ത സ്നേഹമല്ലേ വേണ്ട. അപ്പോൾ അങ്ങോട്ട് ഗുണമുണ്ടോ ഇങ്ങോട്ട് കിട്ടുന്നുണ്ടോ നോക്കിയിട്ടല്ല, അത് നോക്കിയിട്ട് മാത്രമുള്ള സ്നേഹമാവുക. നമുക്ക് ഇങ്ങോട്ട് ഗുണമുണ്ടെങ്കിലേ സ്നേഹമുള്ളൂ എന്ന് പറയുമ്പോൾ അതൊരു ശരിയായിട്ടുള്ള സ്നേഹമല്ല. ഇങ്ങടെ ഏതെങ്കിലും ഇല്ല എന്ന് തോന്നിയാൽ അപ്പം അങ്ങോട്ടുള്ളത് നിർത്താനല്ലേ, ഈ സ്വിച്ചൊക്കെ ഓഫ് ചെയ്യണ പോലെ അതിന് വല്ല ബലമുണ്ടോ എന്ന് ചോദിക്കണം പോലെ, അത് ശരിയായിട്ടുള്ള സ്നേഹമല്ല. ഇനി നിങ്ങൾ പറഞ്ഞു രണ്ടാമത്തെ കാര്യം, ഇങ്ങോട്ട് കിട്ടണുണ്ടോ എന്ന് നോക്കാതെ ചൊരിയുക, കൊടുക്കുക മാത്രം ചെയ്യുക. അത് ലോകത്തിലുണ്ട്, അച്ഛനമ്മമാർ മാത്രമേ ഉള്ളൂ. ഒരമ്മ ഒരു കുട്ടിയിൽ നിന്നൊന്നും അമ്മയ്ക്ക് കിട്ടണില്ല, കുറച്ച് വലുതാവുമ്പോഴും വരെയെങ്കിലും ഒന്നും കിട്ടില്ല. കുട്ടിയെ എടുക്കണം, കുട്ടിയെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം, ഭാരമല്ലേ ശരിക്കും. പക്ഷെ നല്ലൊരമ്മ അത് വിചാരിക്കാറുണ്ട്, ഒരു കുട്ടിയെ കിട്ടിയ ഭാഗ്യമായിട്ട് വിചാരിച്ചിട്ട് അല്ലേ. ആ കുട്ടി ചിലപ്പോൾ ആ വീട്ടിനകത്തായിരിക്കും, മലപുസ്തക വിദ്യാഭ്യാസം നടത്തിണ്ടാവും, അല്ലെങ്കിൽ കുട്ടി ഭക്ഷണം കൊടുക്കണു, ഒറ്റയോ താരാട്ട് പാടി ഉറക്കണു, പല ദിവസം അമ്മയ്ക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു. ഗർഭത്തിൽ തുടങ്ങിയിട്ടുണ്ട് ബുദ്ധിമുട്ട്. അതൊന്നും അമ്മ ഒരു സുഖമായിട്ടാണ് കാണുന്നത്. നല്ല ഭാഗ്യം ഉണ്ടായല്ലോ, പയറിലിങ്ങനെ ചവിട്ടണ സമയത്ത് അടക്കം കുട്ടി എന്നെ ചവിട്ടിയെന്ന് അമ്മ വിചാരിക്കാറില്ല. അപ്പോൾ അത് അച്ഛനമ്മമാർക്ക് മാത്രമേ ഗോപികളേ ഉള്ളൂ, അത് വേറെ ആർക്കും ഇല്ല. ഇനി നിങ്ങൾ ചോദിച്ചു, ഒരിക്കലും സ്നേഹം കൊടുക്കാത്തവർ ഇങ്ങോട്ട് കൊടുക്കുകയില്ല. അത് 2 തരത്തിലുണ്ട് എന്ന് പറയും. ഒന്ന് ദുഷ്ടന്മാരെ നമ്മൾ സ്നേഹിക്കള്ളനെ, അവനൊക്കെ എപ്പോഴും ചിന്ത തഞ്ചം കിട്ടിയാൽ എന്താ കക്കാൻ പറ്റുക, എന്താ മോഷ്ടിക്കാൻ പറ്റുക, അവനെ നമ്മൾ സ്നേഹിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവൻ്റെ ലക്ഷ്യം എപ്പോഴും മോഷ്ടിക്കലാവും. അപ്പോൾ ജന്മനാ മോഷണവാസനയുള്ള ഒരാളെ നമ്മൾ സ്നേഹിച്ചിട്ടോ എന്ത് പറഞ്ഞിട്ടും നേരെയാക്കാൻ പറ്റില്ല. പിന്നെ ഒരു കൂട്ടരുണ്ട് ആത്മജ്ഞാനികൾ. അത് ശരിക്കും ആരാ ചോദിച്ചു കഴിഞ്ഞാൽ രാമകൃഷ്ണ പരമഹംസർ, ശങ്കരാചാര്യ, ഇവർക്കൊന്നും ഒരു പ്രത്യേക വ്യക്തിയോട് സ്നേഹമില്ല ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് സ്നേഹിക്കാത്ത ദുഷ്ടന്മാരല്ല. അവർ ഈ പ്രപഞ്ചത്തിലുള്ളതിനെ മുഴുവൻ ഒരുപോലെ സ്നേഹിക്കുകയാണ്. അപ്പോൾ അവർക്ക് ആരോടാ പ്രത്യേക സ്നേഹം ഉണ്ടാവുക? ഇപ്പോൾ നമ്മുടെ 50 മധുരപലഹാരമുണ്ട്, 50 ആൾക്ക് ഓരോന്ന് കൊടുത്തു. ഒരാൾ പറയുക എനിക്ക് ഒന്നും കൂടി തരുമായിട്ടാ, അയ്യോ ഞാൻ ഒന്നും നിനക്ക് തന്നില്ല, ഇനി എൻ്റെ കയ്യിൽ കഴിഞ്ഞു പോയി 50 ആൾക്ക് കൊടുത്തു എന്നല്ലേ പറയുക. അപ്പോൾ ഒരാൾക്ക് പ്രത്യേകം കൊടുക്കാൻ അവരുടെ ഇല്ല, എല്ലാവർക്കും കൊടുത്തതിൻ്റെ ഒരു അംശം
എല്ലാവർക്കും ജീവജാലങ്ങൾക്കടക്കം അവർ സ്നേഹം കൊടുക്കുന്നുണ്ട്. ഒരു ശ്വാവ് വന്നാലും കുതിര വന്നാലും ചണ്ടാളൻ വന്നാലും അവന് ഒരേ സ്നേഹമാണ്. അവർക്ക് പ്രത്യേക സ്നേഹമില്ല ഗോപികളെ എന്ന് മൂന്നിനും ഉത്തരം പറഞ്ഞു. ഇനി നിങ്ങൾ എന്നെ ഉദ്ദേശിച്ചിട്ടാണോ ചോദിച്ചതെങ്കിൽ അതാണ് വളരെ പ്രധാനം. രാസക്രീഡയിൽ ഭഗവാൻ ആരാണ് എന്ന് ഗോപികളെ ധരിപ്പിക്കുകയാണ്. ഒരു പുരുഷനല്ല, ഒരു പരപുരുഷനായിട്ടല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വന്നിരിക്കണം. അത് ഇപ്പോൾ കാണിക്കണ ഉത്തരമാണ് അവസാനം. എങ്ങനെയാണ് ഞാനെന്നാണോ പറയാമെങ്കിൽ ഞാൻ ഒരിക്കലും ഈ മൂന്നിലും പെട്ട ആളല്ല. കാരണം ഈ 3 കാറ്റഗറി വരുന്നത് സ്നേഹം കൊടുക്കുക എന്നുള്ള മനുഷ്യാവസ്ഥയാണ്. ഞാൻ മനുഷ്യനല്ലല്ലോ, പിന്നെ ആരെ സ്നേഹിക്കാനാണ്, ആരെ വെറുക്കാനാണ്? സ്നേഹിക്കുക വെറുക്കുക എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനല്ലേ ഉള്ളൂ. വികാരങ്ങൾ മനുഷ്യർക്ക്. ഈശ്വരൻ എന്ന് പറഞ്ഞ ഒരു ആത്മാവാണ്. നേരത്തെ പറഞ്ഞ സൂര്യപ്രകാശത്തിന് ആരോടെങ്കിലും സ്നേഹമുണ്ടോ? അഗ്നിക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ടോ? വെറുപ്പുണ്ടോ? ഇല്ല. അഗ്നി തൊട്ടാൽ എല്ലാവർക്കും ചൂട്, കറണ്ട് തൊട്ടാൽ എല്ലാവർക്കും ഷോക്ക് അടിക്കുക. അതിൽ ശത്രുമിത്ര അങ്ങനത്തെ ഒന്നാണ് ഞാൻ. അതുകൊണ്ടാണ് ഈ ജീവജാലങ്ങളിൽ സൂര്യൻ ഉദിക്കുന്നതും ഭൂമി കറങ്ങണതും. അപ്പം എത്ര വലിയ ആത്മതത്വത്തിലേക്ക് എത്തി ഭഗവാൻ നോക്കും. ഞാൻ എന്ന് പറയണത് അതാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു പരപുരുഷനായിട്ടല്ല നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്, പരമപുരുഷനായിട്ടാണ്. രണ്ടും കൂടി വളരെ വ്യത്യാസമുണ്ട്. ഒരു അക്ഷരത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പരപുരുഷനായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്, പരമപുരുഷനായിട്ടാണ്. പരമപുരുഷൻ ആത്മാവ്. ഞാൻ ആരെ സ്നേഹിക്കണം? എനിക്കെന്ത് സ്ത്രീജനാസക്തി? പിന്നെ എന്തിന് ഇപ്പം ഇതിന് പുറപ്പെട്ടു? സ്ത്രീകൾക്ക് എന്നിൽ നിന്ന് അങ്ങനെ ഒരു ആസ്വാദനം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, അവർക്ക് വേണ്ടി ഭഗവാൻ ഈ വേഷം കെട്ടിയിരിക്കുകയാണ്, ഭഗവാന് വേണ്ടിയിട്ടല്ല. കാരണം ലോകസുന്ദരിയായിട്ടുള്ള ലക്ഷ്മി ഭഗവതി കൂടെ ഉണ്ട്. പിന്നെ ഇനി എന്തിനു വേണ്ടിയിട്ടാണ് വേറെ സ്ത്രീകളുടെ പിന്നാലെ ഭഗവാൻ പോണത്? ഭഗവാൻ അതിൽ ആസക്തി ഇല്ലല്ലോ, ഒരു ആസക്തി ഇല്ല. ഈശ്വരനാണ് ഞാൻ, ആത്മാവാണ് ഞാൻ, പരമാത്മാവാണ് ഞാൻ. ഓരോ നിമിഷവും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സ്ത്രീയല്ല, പുരുഷനല്ല, ഷണ്ടനല്ല, പുമാനല്ല, ജന്തുവല്ല, ഞാൻ ജന്തുവല്ല, ഒന്നുമല്ലാത്ത ശക്തി, ചൈതന്യം. അത് ആരെ സ്നേഹിക്കുക? ആരിൽ കാമാസക്തി ഉണ്ടാവാനാണ്? ഇത്രയും പോരെ ഭഗവാൻ ആരാണ് എന്നവരെ ധരിപ്പിക്കാൻ? കഴിഞ്ഞു. എന്നിട്ട് അനവധി രാത്രികളിൽ ഈ ഗോപികളോട് കൂടിയിട്ട് ഭഗവാൻ രമിച്ചു എന്നുള്ളതാണ് രാസക്രീഡ. അത്രേ ഉള്ളൂ. ഈ അവസാനം നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളിലേക്ക് പരീക്ഷിച്ചത് കേട്ടു. പറഞ്ഞു കൊടുത്തപ്പോൾ ചോദിച്ചു, ശുഭമഷേ ചില സംശയങ്ങളുണ്ട്. നമുക്കുണ്ടായ പോലുള്ള നമുക്ക് വേണ്ടിയിട്ടാണോ സംശയം? പരീക്ഷത്തിനൊക്കെ അറിയണ ആൾ തന്നെ ഇത്രയും കേട്ടിട്ട് അറിയാതിരിക്കുമോ? അപ്പം അതിൽ ആദ്യത്തെ ചോദിക്കുകയാണ്, ഇവിടെ പരസ്ത്രീകളോട് കൂടിയിട്ട് ഭഗവാൻ രാത്രി ഇടപെട്ടു, രാത്രി കഴിച്ചു കൂട്ടി എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ലേ? ലോകം ഇത് കണ്ടിട്ട് അനുകരിച്ചാൽ എന്താവും സ്ഥിതി? മഹാന്മാർ ചെയ്യുന്നത് മറ്റുള്ളവരെ അനുകരിക്കാവുന്ന ന്യായപ്രകാരം അനുകരിച്ചാൽ ഈ ലോകം മൊത്തം ധർമ്മക്ഷയല്ലേ വരിക എന്നൊരു ചോദ്യം. അപ്പോൾ ശുഭമഹർഷി പറഞ്ഞു, അങ്ങ് ചോദിച്ച ചോദ്യം ശരിയാണ്, പക്ഷേ അതിന് ഉത്തരമൊക്കെ ഭഗവാൻ തന്നെ ഗോപികളോട് പറഞ്ഞു കഴിഞ്ഞതാണ്. എന്താണ് കാരണം ചോദിച്ചാൽ, മഹാന്മാരുടെ വാക്യങ്ങൾ എപ്പോഴും അനുസരിക്കാം, പ്രവൃത്തികൾ എപ്പോഴും അനുസരിച്ചുകൂടാ. പ്രവൃത്തികൾ വാക്കുമായിട്ട് ഇടഞ്ഞു വരുമ്പോൾ അവിടെ വാക്കെടുക്കണം, പ്രവൃത്തി എടുത്തുകൂടാ. ശ്രുതിയാണ് അത്. ശ്രുതി വേദത്തിൽ പറഞ്ഞ വാക്കും പ്രവൃത്തി ഇടഞ്ഞു വരുമ്പോൾ പ്രവൃത്തി എടുക്കരുത്. അതിന് ഉദാഹരണം ഇപ്പോൾ നേരത്തെ പറയാമെന്ന് പറഞ്ഞത് ഇപ്പോൾ പറയുകയാണ്. എന്താണ് ഉദാഹരണം? പരമേശ്വരൻ കാളകൂട വിഷം കഴിച്ചു പാലാഴി കടഞ്ഞപ്പോൾ. ലോകത്തിനെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കാളകൂട വിഷം കഴിച്ചാലോ? 4 മണിക്ക് ചായയ്ക്ക് പകരം ശക്തിയില്ല വിഷം 1 ഗ്ലാസ് കഴിച്ചാൽ നമ്മൾ ബാക്കിയുണ്ടാവുമോ? പരമേശ്വരന് അതുകൊണ്ട് വല്ലതും പറ്റിയോ? അപ്പം മഹാപുരുഷന്മാർക്ക് ചില ദോഷങ്ങൾ ബാധിക്കില്ല. അതുപോലെയല്ല നമ്മളാണ്, ഭഗവാനാണ്. ആ വ്യത്യാസം ഇവിടെ ഉണ്ട് എന്നാണ്. യഥാ അരുദ്രോ അബ്ദിജം വിഷം എന്നാണ് ഇതിൽ പറഞ്ഞ വാക്ക്. അരുദ്രന്മാർ, ശിവനല്ലാത്തവർ വിഷം കഴിച്ചാൽ എന്താ ഉണ്ടാവുക? ശിവന് വിഷം കഴിച്ചു, ശിവനല്ലാത്ത അരുദ്രന്മാർ വിഷം കഴിച്ചാൽ അപ്പം തന്നെ നശിക്കണമില്ലേ? അതേപോലെ അനുകരിക്കാൻ പാടാത്തത് നമ്മളനുകരിച്ചാൽ തൽക്ഷണം നമ്മൾ നശിക്കും. അത് കാണിക്കാൻ ഒരു കഥ അതിൻ്റെ തൊട്ടടുത്ത അധ്യായത്തിൽ ഭാഗവതത്തിലുണ്ട്. ശംഖചൂടൻ എന്ന് പറഞ്ഞിട്ടൊരു അസുരൻ. ഇതിൽ തൊട്ടടുത്ത അധ്യായമാണ്. ആ ചോദ്യത്തിന് ഉത്തരം മറ്റുള്ളവരെ അനുകരിച്ചാന്നാണ്. ഈ അസുരൻ എന്ത് ചെയ്തു? കൃഷ്ണൻ ഗോപികളോട് കൂട്ടിയിട്ട് കളിച്ചു, എന്നാൽ ഞാനും ഗോപികളുടെ കൂടെ കുറച്ച് നടന്നവരെ ശല്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രീതിയിൽ പറയാച്ച പൂവാല ശല്യത്തോട് കൂട്ടി സ്ത്രീകളെ തോണ്ടലും കളിയാക്കലും ഒക്കെ ആയിട്ടാണ് കൂടി. അധികം താമസം ഉണ്ടായില്ല, ഭഗവാൻ അവനെ വധിച്ചു. അതിന് തൊട്ടടുത്ത് വളരെ ഉചിതമായിട്ടാണ് ആ കഥ തൊട്ടടുത്ത്. അവിടെ നമുക്ക് ചെയ്യാൻ അധികാരമില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞതേ നമ്മൾ ചെയ്യാവൂ.
ഭഗവാൻ അതിൽ ദോഷമില്ല. അത് ദോഷമില്ലാതെ നിൽക്കാനുള്ള കഴിവ് ഭഗവാനുണ്ട്. കാളകൂട വിഷം കഴിച്ചാലും നശിക്കാതിരിക്കാൻ ശിവനറിയാം. ഈ സ്ത്രീകളുടെ കൂടെ നടന്ന ദോഷം ബാധിക്കാതിരിക്കാൻ ഭഗവാൻ അറിയാം. കാരണം ഭഗവാൻ പുരുഷനല്ല എന്നല്ല, ഭഗവാന്റെ അഷ്ടാംഗ ബ്രഹ്മചര്യത്തിന് കോട്ടം തട്ടാണ്ടെയാ ഭഗവാൻ ആ സ്ത്രീകളോട് ഇടപെട്ടത്. അഷ്ടാംഗ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുള്ള ആസ്വാദനം, തൊട്ടിട്ടുള്ള ആസ്വാദനം, ശാരീരികമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആസ്വാദനം, കേട്ടിട്ടുള്ള ആസ്വാദനം. ഒരു സ്ത്രീയെ പറ്റി പറയുമ്പോഴാവും ചിലർക്ക് സീതയെ പറ്റി പറഞ്ഞിട്ടാണ് രാവണന് ആസക്തി ഉണ്ടായത്. ശൂർപ്പണഖ പോയിട്ട് പറഞ്ഞു കൊടുത്തു, ഈ ഭൂലോകത്തിൽ അതേപോലത്തെ ഒരു സ്ത്രീ ഇല്ല. അപ്പോൾ രാവണന് സീത ഇല്ലാണ്ട് കഴിയാൻ വയ്യ, കേട്ടിട്ടാണ്. അത് ചെവി കൊണ്ടുള്ള ബ്രഹ്മചര്യ ലംഘനം, കണ്ണുകൊണ്ടുള്ള ഇങ്ങനെ ആ അഷ്ടാംഗത്തിലും യഥാർത്ഥത്തിൽ ശാരീരികമായിട്ടുള്ള ബന്ധപ്പെടാതെയും ആണ് ഈ ഗോപികളെ ഭഗവാൻ ആനന്ദിപ്പിച്ചത്. അത് സാധാരണ ഒരാൾക്ക് സാധിക്കുമോ? അപ്പോൾ ഭഗവാൻ എപ്പോഴും ഭഗവാൻ തന്നെയാണോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയണത്. ഇത് മാത്രമല്ല, സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലായിരുന്നു ത്രേരാസക്തിയുടെ. സ്ത്രീകൾക്കേ ഉള്ളൂ, പുരുഷന്മാർക്ക് പ്രവേശനമില്ല. രുദ്രൻ ശിവൻ സ്ത്രീ വേഷം കെട്ടി ആ രാസക്രിയുടെ കണ്ടു എന്ന് പറയുന്നുണ്ട്. പിന്നെ നാരദനും കണ്ടു എന്ന് പറയുന്നുണ്ട്. ഈ രണ്ടു കൂട്ടരും സ്ത്രീജന ആസക്തി ശരിക്കില്ല. പാർവതിയെ മടിയിൽ വെച്ചിരിക്കുന്നുണ്ടോ, പാർവതിയെ കളിക്കണ്ടോ, അതൊക്കെ ബാഹ്യഭാവം. കാമദേവനെ ദഹിപ്പിച്ച ആളാണ് ശിവൻ. കാമദേവൻ തൻ്റെ തപസ് ഇളക്കാൻ വന്നപ്പോൾ തൃക്കണ്ണ് തുറന്ന് ഒരുപിടി ചാരമാക്കിയിട്ടുണ്ടെങ്കിൽ കാമദേവൻ എന്ന് പറയുന്നത് ശിവനൊരു പ്രശ്നമാണ്. നമ്മുടെ മനസ്സ് ഇളക്കാൻ കാമദേവന് കഴിയും, പക്ഷേ ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും മനസ്സിളക്കാൻ കാമദേവൻ ആയിട്ടില്ല, ഒരു കാലത്തും ആവൂല്ല. പാർവതിയില്ല ആസക്തി തൻ്റെ പത്നിയാണല്ലോ, പരസ്ത്രീയല്ലല്ലോ. പരസ്ത്രീയെ പ്രാപിച്ചു ശിവൻ എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, എവിടെയും പറയില്ല. തൻ്റെ പത്നി എന്തൊക്കെ ചെയ്താൽ എന്താ തെറ്റ്? അത് ചിലപ്പോൾ ലൗകികന്മാരുടെ അപ്പുറത്തേക്ക് ചിലപ്പോൾ ചെയ്തു എന്നൊക്കെ വരും. കാരണം അദ്ദേഹം ഒരു പ്രാകൃതൻ പോലെ വേഷത്തിലാണ് ശിവൻ എന്ന് പറയുമ്പോൾ. ആരെങ്കിലും കഴുത്തിന് പാമ്പിട്ട് നടക്കലുണ്ടോ? അല്ലെ തലയോട്ട് കയ്യിലെടുത്ത് നടക്കലുണ്ടോ? പാനത്തോലെടുത്തിട്ട് സാധാരണക്കാർ നടക്കുമോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ വഴികൾ വിചിത്രങ്ങളാണ്. അപ്പോൾ ചിലപ്പോൾ സ്ത്രീകളെയും പരസ്യമായിട്ട് മടിയിൽ വെച്ചിരുന്നു എന്നൊക്കെ വരും. അദ്ദേഹത്തിന് ഇപ്പം ഇതൊന്നും ഒരു അലങ്കാരത്തിനല്ലാണ്ട് അതൊരു ദോഷമല്ല. മഹാന്മാരാണല്ലോ, നമ്മൾ നമ്മളെ ആവുന്നുള്ളൂ. ഈ ഒരു വ്യത്യാസത്തിൽ ആ ശിവനും അങ്ങനത്തെ ആളാണ് ശിവൻ. ഒരിക്കലും സ്ത്രീജനാസക്തി ഇല്ല. നാരദനോ സ്ത്രീജനാസക്തിയുടെ അടുത്തു കൂടെ പോകാത്ത ആളാണ്. വിവാഹം കഴിച്ചിട്ടില്ല, ഒരിക്കലും സ്ത്രീയിൽ ആകൃഷ്ടനാവാത്തൊരാളാണ്. നിത്യബ്രഹ്മചാരിയാണ്. ബ്രഹ്മചാരി 3: നിത്യബ്രഹ്മചാരി, നൈഷ്ഠിക ബ്രഹ്മചാരി, അതൊക്കെ 2-3 തരത്തിലുണ്ട്. അതുപോലെ നിത്യം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാത്തവർ. ഗൃഹസ്ഥൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. തൻ്റെ ബ്രഹ്മചര്യം സ്വപത്നിയിൽ ലംഘിക്കാം, അതൊരു തെറ്റുമില്ല, അത് അവൻ്റെ ബ്രഹ്മചര്യം തന്നെയാണ്. പക്ഷെ മറ്റൊരു സ്ത്രീയിൽ മനസ്സ് പോരുതെന്നുള്ളൂ. സ്വന്തം പത്നിയിൽ ഉള്ള രമിക്കൽ ആസക്തി വേണം എന്നാണ് പറയുന്നത്. അത് ഗൃഹസ്ഥൻ്റെ ധർമ്മമാണ്. അത് നൈഷ്ഠിക ബ്രഹ്മചര്യം. അവിടെ നിത്യബ്രഹ്മചാരിയായിട്ടുള്ള നാരദൻ ഒരിക്കലും സ്ത്രീജനാസക്തി ഇല്ലാത്ത നാരദ് കണ്ടു നിന്നു എന്ന് പറഞ്ഞാൽ അത് സ്ത്രീ പുരുഷ ലീലയല്ല എന്നതിന് തെളിവല്ലേ. ഇനി വേറൊരു മഹാ അത്ഭുതം കേട്ടോളൂ എന്ന് പറയാം ശുഗമഹർഷി പരീക്ഷത്തിനോട്. ഈ സ്ത്രീകളൊക്കെ വന്നപ്പോൾ ആ സ്ത്രീകളുടെ ഭർത്താക്കന്മാർക്ക് ഒരാൾക്ക് പോലും ഈ സ്ത്രീകൾ അവിടെ ഇല്ല എന്ന് തോന്നിയിട്ടില്ല. മഹാത്ഭുതം. നമുക്ക് പറ്റുമോ ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ആ സ്ത്രീ അവിടെ ഉണ്ടെന്ന് തോന്നിക്കാൻ? കഴിയുമെങ്കിൽ ചെയ്തോളൂ, അല്ലെങ്കിൽ വേണ്ടാത്തത് ചെയ്യരുത്. ഭഗവാനായിട്ട് ഒരൊറ്റ ഭർത്താവിന് തോന്നിയിട്ടില്ല തൻ്റെ സ്ത്രീ അവിടെ ഇല്ല, അവിടെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. ഭഗവാന്റെ യോഗമായ ശക്തിയാണ് കാണിക്കുന്നത്. ഇതൊക്കെ സാധാരണ ഒരു മനുഷ്യന് ചെയ്യുന്ന കാര്യമാണ്. അപ്പം സാധാരണക്കാരനായ നമ്മളെങ്ങനെ മഹാപുരുഷന്മാരെ വിമർശിക്കും? അതിന് വല്ല അധികാരവും നമുക്കുണ്ടോ? അപ്പം അതിൽ നിന്ന് എടുക്കേണ്ടത് എന്ത്? ഭഗവാൻ ഏതൊരാളെ എങ്ങനെ അനുഗ്രഹിക്കണമെങ്കിലും അങ്ങനെ അനുഗ്രഹിക്കും. കാമത്തിൻ്റെ ഒരു ചെറിയ ഭാവത്തിൽ കൂടെ ഗോപികളെ അനുഗ്രഹിച്ചു. ഇത്രയുള്ളത് ഭഗവാന് വേണ്ടിയിട്ടല്ല, ആ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. ദേഷ്യത്തിൽ കൂടിയിട്ട് ശിശുപാലാദികൾ ദേഷ്യപ്പെട്ട് കൃഷ്ണനെ കൊല്ലണം എന്ന് വിചാരിച്ചു. അവസാനം ഭഗവാന്റെ ചക്രം കൊണ്ട് വധിക്കപ്പെട്ടു, മോക്ഷം കിട്ടി. കുഴപ്പമില്ല. ഏത് വിചാരത്തിലും നമ്മുടെ മനസ്സ് കൃഷ്ണനിലെത്തിയാൽ മതി. കൃഷ്ണൻ ശത്രുവായിട്ട് കണ്ടാലും പ്രശ്നമില്ല എന്നാണ്. അതിന് നല്ല ശക്തി ഉണ്ടാവത്തില്ല ശത്രുഭാവത്തിൽ വിചാരിക്കുമ്പോൾ. കൃഷ്ണനെ കൊല്ലണം അതിനാവും കൂടുതൽ ശക്തി എന്നാണ് പറയണം. ഒരാൾ നമുക്ക് അഹിതം ചെയ്താലാവും നമുക്ക് കൂടുതൽ ദേഷ്യം. എന്നാലും അയാൾ അങ്ങനെ പറഞ്ഞില്ലേ എന്നോട്. നല്ല സ്നേഹത്തിൽ നമ്മളോട് പെരുമാറി ചെയ്തോ നമുക്കത് എപ്പോഴൊന്നും ഓർമ്മയുണ്ടാവില്ലേ? എപ്പോഴൊന്നും ഓർമ്മയുണ്ടാവില്ല. അത് കണ്ടാൽ ഒരു താങ്ക്സ് ഒക്കെ പറയും എന്നല്ലാണ്ട് നേരെ വെച്ച് നമ്മളോടൊരു കടുത്ത വാക്ക് പറഞ്ഞാൽ നമുക്ക് ജീവിതകാലം മറക്കില്ലല്ലോ. അപ്പോൾ അവർക്കാണ് മോക്ഷം കിട്ടുക. കംസനാണെച്ചാൽ ഭയം കൊണ്ടാണ്.
പേടിച്ചു. അശരീരി കേട്ട ദിവസം മുതൽ 8ാമത്തെ പുത്രൻ കൊല്ലുന്നു കേട്ട മുതൽക്ക് മരിക്കണ വരെ പേടിയാണ്. അതും മോക്ഷം കൊടുത്തത്, അതുകൊണ്ട് മോക്ഷം കിട്ടി. കണ്ടോ, ഏത് വികാരമായാലും ആ മനസ്സ് കൃഷ്ണനിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫലം മോക്ഷമാണ്. ഈ ഗോപികളെ ഈ പ്രകാരത്തിൽ അനുഗ്രഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാണ്ട് ഭഗവാൻ അങ്ങനെ ഒരു മായാഭാവം അതിൽ ബാധിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് രാസക്രീഡയിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളതായിട്ടുള്ള തത്വം എന്ന് ഭഗവാൻ അവസാനം ഉപസംഹരിച്ച് പരീക്ഷത്തിന് ശുഭമഹർഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഭഗവാൻ ഒരു പുരുഷനോ ആണ് പെൺ എന്ന രീതിയിലുള്ള പുരുഷനല്ല. അതുകൊണ്ട് ഭഗവാന് സ്ത്രീകളെ കണ്ടാൽ യാതൊരു ഇളക്കവും ഉണ്ടായിട്ടില്ല. ആ ഗോപികളെ ഈ തരത്തിലൊന്ന് അനുഗ്രഹിച്ചു, പല രീതിയിൽ അനുഗ്രഹിച്ചു, ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി എന്നല്ലാണ്ട് തനിക്ക് അതിലിങ്ങനെ ഒരു ആസക്തി ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഉണ്ടാവില്ല എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുക. എന്നല്ല, അവസാനം ഇതിൽ ബലശ്രുതി പറയണത് രാസക്രീഡ എന്നുള്ള 5 അധ്യായം നമ്മൾ വായിച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ കാമാസക്തിയെ നിയന്ത്രിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവുമെന്നാണ് പറയുന്നത്. അനാവശ്യമായ ബന്ധങ്ങളിലോ മായാജാലത്തിലോ മായാഭാവത്തിലോ നമ്മൾ പോയിട്ട് പെടില്ല. നമുക്ക് അനുഭവമാണ്. കാരണം ഹനുമാനെ സേവിക്കുക, അപ്പം ഈ രാമായണത്തിൽ സുന്ദരകാന്ഡുണ്ട്, അത് വായിച്ചാൽ വളരെ നമുക്ക് അനുഭവമായിട്ട് വരും. നമ്മുടെ മനസ്സ് എവിടേക്കും പോവില്ല, എവിടേക്കും പോവില്ല. ഈ പ്രപഞ്ചത്തിലത്തെ ഒരു അവസ്ഥയല്ലാത്തൊരു പ്രത്യേക അവസ്ഥയിൽ നമ്മുടെ മനസ്സായി തീരുന്നൊരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ കുറച്ചായിട്ട് സുന്ദരകാന്ഡം വായിക്കുന്നുണ്ട്, എന്താണത് നോക്കട്ടെ. നോക്കുമ്പോൾ എന്തോരവസ്ഥയാണ്. ഈ പ്രപഞ്ചത്തിലത്തെ ഒരു കാര്യത്തിലും നമ്മുടെ മനസ്സ് പോകുന്നില്ല. അത് വല്ലാത്തൊരു അനുഭവമാണ്. വേറെ ഒന്നുകൂടെ നമുക്ക് നമ്മുടെ മനസ്സിനെ പിടിച്ചാൽ കിട്ടുമോ ചിലപ്പോൾ, പക്ഷെ ഇതുകൊണ്ട് കിട്ടുന്നുണ്ട്, ദേഷ്യപ്പെടുന്നില്ല. അതുകൊണ്ട് കാര്യങ്ങളുമായിട്ടൊന്നും നമ്മൾ ടച്ചിലില്ല എന്നർത്ഥമില്ല, ആക്കണ്ട, എല്ലാം നമ്മൾ അറിയുന്നുണ്ട്. പക്ഷെ എല്ലാറ്റിനെയും ശാന്തമായിട്ട് സമീപിക്കുക. അപ്പോൾ ഇതിനൊക്കെ ഈ തരംഗങ്ങളുണ്ട് ഈ പാരായണത്തിൻ്റെ ശ്ലോകങ്ങൾക്കൊക്കെ. രാസക്രീഡയ്ക്ക് ഇത് പ്രത്യേകമാണ്. ഒരു പരസ്ത്രീയിൽ ആവശ്യമില്ലാത്ത ബന്ധമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മനോഭാവമോ ഒന്നും നമുക്ക് മനസ്സിനെ പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥ വരില്ല എന്ന് ബലശ്രുതി പറഞ്ഞിട്ടാണ് രാസക്രീഡ അവസാനിപ്പിക്കുന്നത്.